ഒരു 10-15 കൊല്ലം മുമ്പുള്ള നിങ്ങളും 10 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ ഉള്ള നിങ്ങളും ഒരു ചാർട്ട് എഴുതി നോക്കുക. 10 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് ഇല്ലാതിരുന്ന ക്വാളിറ്റീസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള ക്വാളിറ്റീസ്, അച്ചീവ്മെൻറ്റ്സ്, ഈ 10 കൊല്ലത്തിന് ശേഷമുള്ള നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്. ഇപ്പോൾ വീട്ടമ്മമാരാണേലും അവർക്കും അവരുടേതായിട്ടുള്ള ചില അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കാണും. ഇപ്പോൾ ഡിവോഷണലായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ, ഭക്തി കൂടിയിട്ടുണ്ടെങ്കിൽ അതും അവർക്ക് എഴുതാം. കുക്കിങ്ങിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ടെങ്കിൽ അതെഴുതാം. എന്തെങ്കിലുമൊക്കെ പുതിയതായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെഴുതാം. പുതിയ കോഴ്സസ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെഴുതാം. 10 കൊല്ലം മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്ന ജോലി, ഇപ്പോൾ നിങ്ങളുടെ ജോലി, ആ വ്യത്യാസം നന്നായി ആസ്വദിക്കുക. ഇപ്പോൾ എന്തായാലും അതിലും നല്ല ജോലിയും സാലറിയും ഒക്കെ ആയിരിക്കുമല്ലോ. അതിലൊക്കെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ഒക്കെ ചെയ്യുക. ഈ ഒരു സെൽഫ് അസസ്മെൻറ്റ് ഇടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഒരു 10-15 കൊല്ലം കൊണ്ട് നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ടാവും. തിരക്ക് കാരണം അതൊക്കെ ഒന്ന് അസസ് ചെയ്യാനൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഈ ആത്മാവ് എന്തിക്കൂടെയൊക്കെയാണ് കടന്നു വന്നത്, എന്തൊക്കെയാണ് നേടിയിരിക്കുന്നത്, മാറിയിരിക്കുന്നത് എന്നൊക്കെ ഒരു വ്യക്തിരൂപം നമുക്ക് കിട്ടുന്നതായിരിക്കും ഇങ്ങനെ എഴുതി നോക്കുന്നതിലൂടെ. അത്യാവശ്യം ആലോചിച്ച് സമാധാനത്തോടെ കുറച്ച് സമയം എടുത്ത് തന്നെ എഴുതുക. എഴുത്തെന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വർഷങ്ങൾ അസസ് ചെയ്ത് കമ്പയർ ചെയ്ത് എഴുതുമ്പോൾ അതൊരു വളരെ നല്ല ഫീലിംഗ് ആണ് മനസ്സിന് തരുന്നത്. പോസ്, റെസ്റ്റ്, റീസ്റ്റാർട്ട്, ഇത് മൂന്നും നമ്മൾ ഇടയ്ക്കിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൂടുതൽ ഊർജത്തോടെ സ്വയം നന്നായി വിലയിരുത്താനും മനസ്സിലാക്കാനും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെ.